പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിനെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഈ വ്യക്തി ഒരു പുതിയ ഭീഷണി ഇന്ത്യക്കെതിരെ മുഴക്കിയിരിക്കുകയാണ്. ഭാവിയിൽ ഇന്ത്യയുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള സൈനിക സംഘർഷം ഉണ്ടായാൽ തിരിച്ചടി അതിർത്തിയിൽ മാത്രം ഒതുങ്ങില്ല എന്നും അത് ഇന്ത്യയുടെ ഉൾപ്രദേശങ്ങളിലേക്ക്, പ്രത്യേകിച്ച് കൊൽക്കത്തയിലേക്ക് നീളുമെന്നുമാണ് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാനിലെ സിയാൽകോട്ടിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ഇദ്ദേഹം ഈ ഒരു വിവാദ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഈ വ്യക്തിയെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇയാളെ വളരെയധികം ഇന്ത്യൻ മാധ്യമങ്ങളിൽ ട്രോൾ ചെയ്യപ്പെട്ട ഒരാളാണ്. കാരണം ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഒരു ഓസ്ട്രേലിയൻ മാധ്യമപ്രവർത്തകർ ഇയാളോട് ചോദിച്ചു, നിങ്ങൾ 2, 3, 4 ഇന്ത്യൻ യുദ്ധവിമാനങ്ങളൊക്കെ വെടിവെച്ചിട്ടു എന്ന് പറയുന്നുണ്ടല്ലോ, ഇതിന്റെ എവിഡൻസ് എവിടെയാണ് എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചു. എനിക്ക് തോന്നുന്നു അത് സ്കൈ ന്യൂസോ മറ്റോ ആണ്. അപ്പൊ ചോദിച്ച സമയത്ത് ഇയാൾ പറഞ്ഞത് അത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടല്ലോ, അതെല്ലാം സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കാണുന്നില്ലേ എന്ന് പറഞ്ഞ് വളരെയധികം ട്രോള് ഏറ്റുവാങ്ങിയ ഒരു വ്യക്തിയാണ് ഈ പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്റർ. അപ്പോ ഇയാള് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന കൊൽക്കത്തയിൽ വരെ ആക്രമണം നടത്തി അങ്ങ് മൂക്കി വലിച്ചു കയറ്റുമെന്നാണ് ഈ മനുഷ്യൻ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇന്ത്യ ഒരു വ്യാജമായ ഒരു ഓപ്പറേഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു ഫോൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ ഇന്ത്യ നടത്താൻ പദ്ധതി ഇടുന്നു എന്നാണ് ഇയാൾ ആരോപിക്കുന്നത്. അത് ചിലപ്പോൾ തടവിലുള്ള പാകിസ്ഥാൻ പൗരന്മാരെയോ അല്ലെങ്കിൽ സ്വന്തം ആളുകളെയോ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഒരു ഭീകരാക്രമണം വരുത്തി തീർത്തിട്ട് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കാനായിട്ടുള്ള ഒരു പദ്ധതി തയ്യാറാക്കുന്നുണ്ട്. ഇങ്ങനൊരു വ്യാജമായ ഭീകരാക്രമണം ക്രിയേറ്റ് ചെയ്തിട്ട് ഇന്ത്യ ഞങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ പഴയതുപോലെ അതിർത്തിയിൽ മാത്രം ഒതുങ്ങുന്നില്ല, ഞങ്ങളുടെ തിരിച്ചടി അങ്ങ് കൊൽക്കത്ത വരെ നീളും എന്നാണ് ഇയാൾ പറയുന്നത്. ഈ പറഞ്ഞ ആരോപണത്തെ സാധൂകരിക്കുന്ന യാതൊരു തെളിവും ഇയാൾ ഹാജരാക്കിയിട്ടുമില്ല. ഇന്ത്യ ഇത്തവണ ഏതെങ്കിലും തരത്തിലുള്ള വ്യാജ ഓപ്പറേഷനുകൾക്ക് മുതിർന്നാൽ ഇൻഷാ അള്ളാ ഞങ്ങൾ അത് കൊൽക്കത്തയിലേക്ക് എത്തിക്കും. ഇതാണ് അയാൾ കൃത്യമായി പറഞ്ഞത്. യുദ്ധമുണ്ടായാൽ അത് കേവലം 200-250 കിലോമീറ്റർ ചുറ്റളവിൽ പരിമിതപ്പെടുത്തില്ല എന്നും ഇന്ത്യൻ മണ്ണിൽ കയറി വീടുകൾക്കുള്ളിൽ വരെ പ്രഹരമേൽപ്പിക്കുമെന്നുമാണ് ഈ മനുഷ്യന്റെ ഭീഷണി. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് എത്രമാത്രം പ്രഹരം ഇന്ത്യയിൽ നിന്ന് കിട്ടിയ രാജ്യമാണ് പാകിസ്ഥാൻ. എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന് പറയില്ലേ? ഈ നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ, നായയുടെ വാല് 12 കൊല്ലം കുഴലിലിട്ട് വെച്ചാലും അത് വളഞ്ഞേ ഇരിക്കൂ എന്ന് പറഞ്ഞ പോലെയാണ് പാകിസ്ഥാൻ. 1947 ഇന്ത്യ പാകിസ്ഥാൻ സ്വാതന്ത്ര്യം ഉണ്ടാവുന്നു. 2 രാജ്യങ്ങളായിട്ട് വിഭജിച്ചതിന് ശേഷം സ്വാതന്ത്ര്യം കിട്ടുന്നു. അതിനുശേഷം ഇങ്ങോട്ട് എത്രയോ യുദ്ധങ്ങൾ പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ യുദ്ധങ്ങളിലും പരാജയപ്പെട്ടു. 71-ൽ ഏകദേശം 1 ലക്ഷത്തിനടുത്ത് പാകിസ്ഥാൻ പട്ടാളക്കാർ ഇന്ത്യയുടെ പിടിയിലാവുന്നു. ഒരുപാട് പ്രദേശങ്ങൾ ഇന്ത്യയുടെ പിടിയിലാവുന്നു. ഇന്ത്യയുടെ ഔദാര്യമായിട്ട് ഇന്ത്യ അത് കുറെ തിരിച്ചു കൊടുത്തത് കൊണ്ടാണ് ഇന്നത്തെ ആകൃതിയിൽ തന്നെ പാകിസ്ഥാൻ ഇപ്പോഴും നിലനിൽക്കുന്നത്. അപ്പൊ ഇന്ത്യയുടെ ഔദാര്യമായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഇന്ത്യയെ വിളിച്ച് ഞങ്ങൾ ഇനി ഒന്നിനുമില്ല, വെടിനിർത്തൽ നടത്താം എന്ന് പറഞ്ഞ പാകിസ്ഥാൻ ഇപ്പൊ പറയാണ് കൊൽക്കത്ത വരെ കയറി അങ്ങ് ഇന്ത്യയെ ചൊറിയുമെന്ന്. ഇതാണ് പാകിസ്ഥാൻ. എത്ര കിട്ടിയാലും പഠിക്കില്ല, എത്ര കിട്ടിയാലും. പാകിസ്ഥാൻ അങ്ങനെയാണ്. ഇനിയും ഇന്ത്യയോട് യുദ്ധം ചെയ്ത് തോറ്റാലും പാകിസ്ഥാൻ ഇതുപോലെ വാചക കസർത്ത് നടത്തിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഇന്ത്യ കൃത്യമായിട്ട് എന്താണ് പാകിസ്ഥാനുള്ള മരുന്ന് നമ്മൾ കൊടുക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സാഹസം ഉണ്ടായാൽ സമാനതകളില്ലാത്തതും നിർണായകവുമായ തിരിച്ചടിയായിരിക്കും ഉണ്ടാവുക എന്നാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമായും പറഞ്ഞിട്ടുള്ളത്. ഈ അടുത്തിടെ പാകിസ്ഥാന്റെ മുൻ ഇന്ത്യൻ ഹൈ കമ്മീഷണർ അബ്ദുൾ ബാസിദ് സമാനമായിട്ടൊരു പ്രസ്താവന നടത്തിയിരുന്നു. അമേരിക്ക പാകിസ്ഥാനെ ആക്രമിക്കാൻ മുതിർന്നാൽ ഞങ്ങൾ മുംബൈയെയും ഡൽഹിയെയും ലക്ഷ്യം വയ്ക്കുമെന്നൊക്കെയാണ് അയാൾ പറഞ്ഞത്. ശരിക്കും ഇവർക്ക് നന്നായിട്ടറിയാം ഇവരെ കൊണ്ടൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്ന്. പിന്നെ എന്തിനാണ് ഇങ്ങനെ വാചകം അടിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് വയറ്റിപ്പഴപ്പാണ്. എന്ന് വെച്ചാൽ പാകിസ്ഥാനിലെ ആളുകളെ പറ്റിച്ച് തിന്നുന്നവരാണ് ഇവര്. പാകിസ്ഥാനിലെ ഭരണകൂടം അല്ലെങ്കിൽ പട്ടാളം എന്നൊക്കെ പറയുന്നത് ഇല്ലാത്ത എന്തൊക്കെയോ ആണ് തങ്ങൾ എന്ന് വരുത്തി തീർത്ത് പാകിസ്ഥാനിലെ ആളുകളുടെ കണ്ണിൽ പൊടിയിട്ടിട്ട് കഴിഞ്ഞുകൂടുന്നവരാണ്. തങ്ങൾ എന്തോ വലിയ സംഭവമാണെന്ന് ആളുകളെ കാണിക്കാൻ പറഞ്ഞുണ്ടാക്കുന്ന ഡയലോഗുകളാണിത് എന്നതിനപ്പുറം ഇന്ത്യയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനുള്ള യാതൊരു സൈനിക ശേഷിയും ഇല്ലാത്ത ഒരു ഫെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് മാത്രമാണ് പാകിസ്ഥാൻ. ഇനി എങ്ങാനും കഷ്ടകാലത്തിന് പാകിസ്ഥാൻ ഒരു ദുർബുദ്ധി തോന്നുകയാണെങ്കിൽ വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറയുന്നത് പോലെ അത് പാകിസ്ഥാന്റെ സർവനാശത്തിലെ അവസാനിക്കാൻ ഇടയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.